ഹായ് മക്കളെ, പ്രിയപ്പെട്ട പാരൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി വേണ്ടി ചെയ്യുകയാണ്. ഒരുപാട് മെസ്സേജുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വിചാരിച്ചത്ര മാർക്കിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ കുട്ടികളോട് പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ, സർ എനിക്ക് ടെൻഷൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രഷർ കൊണ്ടാണ്, എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രഷർ കൊണ്ടാണെന്നൊക്കെ പലപ്പോഴായിട്ട് കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. സത്യം പറഞ്ഞാൽ പല കുട്ടികളും നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ എഫേർട്ടിനുള്ള റിസൾട്ട് പല സബ്ജക്റ്റുകളിലായിട്ട് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തൊരു പാരൻറ്റ് ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അമിതമായി അവർ പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചാൽ നിനക്ക് എങ്ങനെയാണ് ഫുൾ A+ കിട്ടുക, ഇങ്ങനെ പഠിച്ചാൽ നീ ഞങ്ങളെ പറയിപ്പിക്കില്ലേ, നിൻ്റെ ഏട്ടനെ നോക്കി, നിൻ്റെ അനിയത്തിനെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഈ കുഞ്ഞു മനസ്സിലേക്ക് തള്ളിയിടുന്നുണ്ട്. ഒരു പക്ഷേ പാരൻസ് ഇത് നിസ്സാരമായിട്ടുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ പറയുന്നത്, പക്ഷെ അത് ആ കുട്ടിയുടെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിലാണ് മുറിവുണ്ടാക്കുന്നത് എന്ന് പാരൻസിന് പോലും അറിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. ഫുൾ A+ ഒന്നും അല്ല ഏറ്റവും വലിയ കാര്യം. ഫുൾ A+ വാങ്ങിയാൽ തന്നെ അഭിമാനം കിട്ടുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കരുത്. ഫുൾ A+കളിലോ അല്ലെങ്കിൽ ഫുൾ മാർക്കുകളിലോ ഒന്നും അല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടിയെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഇനി 2 മാസങ്ങൾ മാത്രമാണ് ആ കുഞ്ഞു മക്കൾക്ക് നമുക്കിനി മുന്നിലുള്ളത്. സോ പാരൻസിനോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പറ്റുന്ന അത്രയും നിങ്ങൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ തെറ്റുകളിൽ നിന്നും, അല്ലെങ്കിൽ ഒരുപാട് സമയം അവർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെഫിനറ്റ്ലി നമ്മളവരെ ചീത്ത പറയണം. അത് അത്രയും നമുക്ക് ഷുവർ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. പല കുട്ടികളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂട്യൂബ് ക്ലാസ്സുകളും ആപ്പ് ക്ലാസ്സുകളുമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇവർ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് എന്ന്. എന്നാൽ അവർക്കേ അറിയുള്ളൂ. അവർ കണ്ണ് മീച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം വേദന ആയാൽ പോലും ഈ ക്ലാസ്സുകൾ കണ്ടു തീർക്കണം, എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. എന്നാൽ ഇതേ അവസരങ്ങൾ മുതലെടുക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരോട് എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, നിങ്ങളെ പാരൻസ് അത്രയധികം വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫോൺ തരുന്നത്. യൂട്യൂബ് ക്ലാസ്സുകൾ കാണാനും ആപ്പ് ക്ലാസ്സുകൾ കാണാനും അവർക്ക് അത്രയധികം നിങ്ങളെ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾ ക്ലാസ് കാണുക എന്ന് വ്യാജേന ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ വാട്സാപ്പിലും അതേപോലെ സ്നാപ്ചാറ്റിലൊക്കെ ആയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കൂടിയാണത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. 2 പേരോട് കൂടിയാണ് പറയാനുള്ളത്. പരസ്പരം മനസ്സിലാക്കുക, ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുക്കുക. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഏകദേശം ഡിസംബർ മാസം മുതലാണ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. നല്ല തണുപ്പുള്ള കാലമാണ്, എണീക്കാൻ പോലും മടിയാണ്. ഞാൻ എൻ്റെ ഉമ്മാനോട് പറയും, ഉമ്മ പുലർച്ചെ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉമ്മ എന്നേക്കാൾ എത്രയോ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് ഒരു 3:30-4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കൊണ്ട് എന്നെ വിളിക്കും. അങ്ങനെ ആ ഉറക്കമുള്ള സമയത്ത് എനിക്കൊരു ഗ്ലാസ് ചൂട് ചായ ഉണ്ടാക്കി തരും. എന്നിട്ട് ഉമ്മാൻ്റെ പണിക്ക് പോകും. ഒരു കുഴപ്പമില്ല. അത് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. ഈ സമയങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്ന അത്രയും പാരൻസ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ ആ TVയുടെ വോള്യൂം കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 1-2 മാസത്തേക്ക് TVയിലെ സീരിയലും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ കുട്ടികളുടെ കൂടെ നിൽക്കുക. പൊതുവെ മറ്റുള്ള ഫംഗ്ഷനുകളിൽ പോകുന്ന കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ശനിയും ഞായറും ആയിരിക്കും ഒരു കുട്ടിക്ക് പഠിച്ചു തീർക്കാനുള്ള അവസരം. എൻ്റെ കുടുംബക്കാരുടെ കല്യാണമാണ് വലുത്, ഇതാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ മാക്സിമം അതിലൊന്നും പങ്കെടുപ്പിക്കാതിരിക്കുക. സ്വന്തമായിട്ട് പഠിക്കാൻ വിടുക. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും അവർക്ക് കൊടുക്കുക. അവരുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അവർക്ക് അത്രയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോടും പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളെ പാരൻസിനെ പറ്റിച്ചുകൊണ്ടാവരുത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട, യാതൊരു മടിയും നിങ്ങൾ കാണിക്കേണ്ട. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയോ, അത് സെക്കൻഡറി ആണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ലേ, അത് നിങ്ങളുടെ തെറ്റാണ്. പഠിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മാർക്ക് എന്ന് പറഞ്ഞത് സെക്കൻഡറി ആണ്. നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ചെയ്യുക എന്നതിലപ്പുറമൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്ക് നേടുക തന്നെ ചെയ്യും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫോർ സൈലം ലേണിംഗ്. എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ പാരൻസിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കുള്ള A to Z കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് സൈലം SSLC എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ തരുന്നതാണ്. സോ മാക്സിമം നിങ്ങൾ അടിപൊളിയാക്കുക, ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് മാറുക. ബൈ.